സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ദൈവവചനത്താലാണ് എല്ലാം ഉരുവാക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. ലോകത്തിൽ പല യൂണിറ്റുകളുണ്ട്, പല സ്റ്റാൻഡേർഡുകളുണ്ട്. എല്ലാത്തിനും ഗവൺമെൻറ്റുകൾ നിശ്ചയിച്ച സ്റ്റാൻഡേർഡുകളുണ്ട്, തൂക്കത്തിനും സമയത്തിനും എല്ലാത്തിനും. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ലോകം മുഴുവനും ക്രയവിക്രയങ്ങൾ നടക്കുന്നതല്ലേ. നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ യൂണിറ്റുകളാണെങ്കിലും പക്ഷേ എല്ലാം പരസ്പരം ഈക്വലായിട്ട് അത് ബാലൻസ് ചെയ്യുന്നുണ്ട് പല രീതിയിലും. ലോകത്തിൽ സ്റ്റാൻഡേർഡ് ഉള്ളതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരൊറ്റ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നമുക്കറിയാം, നമ്മളുടെ സമയം പലപ്പോഴും നമ്മൾ ചില ക്ലോക്കുകളൊക്കെ സമയം ചിലപ്പോൾ 2 മിനിറ്റ് 1 മിനിറ്റും ഒക്കെ പുറകോട്ടും മുമ്പോട്ടും ഒക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടറിലെ ടൈം അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ ടൈമൊക്കെ വളരെ ആക്യുറേറ്റ് ആണ്. നമുക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മൾ സമയം കറക്റ്റ് ചെക്ക് ചെയ്യാന്ന് നോക്കിയാൽ നമ്മുടെ ഫോണിൽ സെൽഫോണൊക്കെ ഉപയോഗിച്ചായിരിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുവാനായിട്ടുള്ള സ്റ്റാൻഡേർഡാണ് ദൈവവചനങ്ങൾ. കാരണം ദൈവവചനത്താലാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചവും നമ്മൾ കാണുന്നത് മുഴുവനും ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, ഉരുവാക്കപ്പെട്ടതാണ്. ഇന്നും ദൈവത്തിൻ്റെ വചനമാണ് അതിനെ അതുപോലെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്താൽ കാലവ്യത്യാസങ്ങളും എന്തെല്ലാമാണോ നടക്കുന്നത്, നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ അതെല്ലാം വളരെ കൃത്യമായി അല്ലേ. ഇന്നിപ്പോൾ രാവിലെ പ്രഭാതത്തിൽ നമ്മൾ ഈ 5 മണിക്ക് നമ്മുടെ പ്രാർത്ഥന, അത് ന്യൂയോർക്കിൽ 5 മണിയാണെങ്കിൽ ടെക്സാസിൽ 4 മണി, ഹ്യൂസ്റ്റണിൽ 4 മണി, അല്ലെങ്കിൽ ഷിക്കാഗോയിൽ 4 മണി, ഒക്കെ വ്യത്യാസം. പക്ഷേ അതൊരു സമയം കൃത്യമായി വ്യത്യസ്തമായ സമയമാണെങ്കിലും അത് പാലിക്കപ്പെടുന്നുണ്ട്. നമ്മളുടെ ലോക്കലായിട്ടുള്ള ടൈമൊക്കെ വെച്ച് നമ്മൾ അലാറമൊക്കെ വെച്ച് കറക്റ്റ് സമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്നു, ആ സമയം പാലിക്കുന്നു. അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്താലാണ് ദൈവം എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. സകലതും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്ലീഹ തുടങ്ങുന്നത് എങ്ങനെയാണല്ലോ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ശരിക്കും യേശുക്രിസ്തുവാണ് വചനമായിട്ട് ഭൂമിയിൽ അവതരിച്ചത് എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനായ ഭൂമിയിലേക്ക് വരണമെന്നുള്ള പ്രവാചക ഗ്രന്ഥങ്ങൾ എഴുതപ്പെടുന്ന സകല വചനത്തിൻ്റെയും പൂർത്തീകരണമാണ് ദൈവം മനുഷ്യനായി വന്ന യേശുക്രിസ്തു ഭൂമിയിൽ. അത് വചനത്തിൻ്റെ പൂർത്തീകരണമാണ്. വചനം നിറവേറുകയാണ്. യേശുവിൻ്റെ പീഡാസഹനവും യേശുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവും എല്ലാം വചനം നിറവേറുകയാണ്. അല്ലെങ്കിൽ വചനം നിറവേറുന്നത് കൊണ്ടാണ് ദൈവം മനുഷ്യനായി വന്നത്. ദൈവം ഭൂമിയിൽ ഏറ്റവും എളിയവനായി ജീവിച്ചത് ദൈവവചനത്തിലാണ്. കുരിശിൽ മരിച്ചതും ദൈവവചനത്തിൻ്റെ നിറവേറലാണ്. ഇന്ന് വിശുദ്ധ കുർബാനയിൽ യേശു സജീവനായി ഒരു സർവശക്തിയുള്ള ഒരു വ്യക്തിയായി ഉത്ഥാനം ചെയ്ത ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ കർത്താവ് മനുഷ്യ ശരീരത്തിലായിരുന്നുകൊണ്ട് അതിന് പരിമിതികളുണ്ടായിരുന്നു. നമുക്കറിയാം അല്ലെ, യേശു ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് നടന്നു പോയിരുന്നു മനുഷ്യരുടെ കൂടെ. ഇന്നിപ്പോൾ യേശുവിന് ആ സ്ഥലകാല പരിമിതിയൊന്നുമില്ല. ആത്മാവായി മാറിയ ദൈവം ഏതു സമയത്തും എവിടെയും ഒരേ സമയത്ത് കർത്താവിനായിരിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ടെലിഫോൺ ലൈനിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ലോകത്തിൽ എവിടെയൊക്കെയാണോ ഇപ്പോൾ, ഏതൊക്കെ ബലിവേദിയിലാണോ അവിടെയെല്ലാം യേശുവുണ്ട്. ഒരേ സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഒരേ സമയത്ത് തന്നെ ക്രമീകരിക്കാൻ പറ്റുന്ന ആ ദൈവിക ശക്തിയുടെ സംവിധാനത്തിലാണ് ഇപ്പോൾ ഈശോ. അപ്പോൾ മനുഷ്യനായ ഭൂമിയിൽ വന്നതും അങ്ങനെ ആകണമെന്നുള്ള ദൈവവചനം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ തമ്മിൽ തർക്കിച്ചുകൊണ്ട് ഇതങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നില്ലല്ലോ, അവൻ വളരെ കഴിവും അധികാരവും ശക്തിയുമുള്ള ഒരു പ്രവാചകനായിരുന്നു, അവനങ്ങനെ മരിക്കേണ്ടതല്ല, അവനെ മരിച്ചു കഴിഞ്ഞ് കേട്ടപ്പോൾ അവരെല്ലാം വിട്ടിട്ട് ഭയന്ന് ഓടുകയാണ് എമ്മാവൂസിലേക്ക്. ഇതൊന്നും ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് യേശു അവരെ ആ 8 മൈലോളം യാത്ര ചെയ്ത്, അതായത് എമ്മാവൂസിൽ നിന്ന് ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് അവർ പോകുമ്പോൾ ആ കൂടെ നടക്കുകയാണ്.
ആ കൂടെ നടന്നുകൊണ്ട് അത്രയും സമയം യേശു അവരോട് ദൈവവചനമാണ്, വേറൊന്നുമല്ല, അത് ഇതെല്ലാം സംഭവിക്കേണ്ടതായിരുന്നില്ലേ എന്ന് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രവാചക ഗ്രന്ഥങ്ങളിലും നിയമഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലൊക്കെ തന്നെക്കുറിച്ച്, രക്ഷകനെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്ന സകല പ്രവചനങ്ങളും വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് ബോധ്യം കൊടുത്തു. യേശു തെളിയിക്കുകയായിരുന്നു, അല്ലെ? ഭൂമിയിൽ ശാസ്ത്രീയപരമായിട്ട് ചില കാര്യങ്ങൾ തെളിയിക്കാൻ ശാസ്ത്രീയമായ ഫോർമുലകൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതനുസരിച്ച് വരികയാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് ശരിയാണെന്ന് ശാസ്ത്രം പറയുന്നത് പോലെ, ഞാൻ പറയും, ദൈവത്തിൻ്റെ വചനത്താലാണ് ശാസ്ത്രം പോലും ഉരുവാക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം അതിനെ വചനമെന്ന് വിളിക്കുന്നു, മനുഷ്യനെ ശാസ്ത്രം എന്ന് വിളിക്കുന്നു. നമ്മൾ അതിനെ കെമിസ്ട്രി എന്നോ ഫിസിക്സ് എന്നോ അല്ലെങ്കിൽ സുവോളജി എന്നോ ബോട്ടണി എന്നോ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ മാത്തമാറ്റിക്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒറ്റ ഭാഷയോട് അത് ദൈവവചനം എന്ന് ദൈവം പറയും. കാരണം ദൈവവചനത്തിലാണ് എല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഭൂമിയിൽ മനുഷ്യനായി വന്ന ദൈവപുത്രനായ യേശു വചനമനുസരിച്ച് മാത്രമാണ് ജീവിച്ചത്. ഈ ഭൂമിയിൽ അണുവിട മാറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ദൈവവചനമാണ് തൻ്റെ ജീവിതത്തിൻ്റെ യൂണിറ്റ്, സ്റ്റാൻഡേർഡ്, നല്ല ബോധ്യം യേശുവിനുണ്ടായിരുന്നുണ്ട്. അപ്പൊ യേശുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്ന നമ്മൾ ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. നമ്മുടെ ജീവിതം വളരെ കൃത്യമായി ദൈവവചനം പാലിക്കുവാനായിട്ട് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. ഇതാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ആഗോള സഭയിലെ തിരുവചനങ്ങളിലൂടെ നമ്മോട് പറയുക. പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ടെക്സാസ് സ്റ്റേറ്റിന് വേണ്ടി ഉള്ള പ്രാർത്ഥന അയക്കുന്നു. ഇന്ന് ഹ്യൂസ്റ്റണിൽ നിന്ന് പുഷ്പ ബൈജു പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ആഗോള സഭയിൽ നിന്ന് ഒന്നാമത്തെ വായന തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തി. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ നിന്നും എസെക്കിയേലിന് 2-ാമത്തെ അധ്യായം, അല്ലെ, എസെക്കിയേലിനെ വചനം കൊണ്ട് നിറയ്ക്കുക. ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചുരുള് ഞാൻ വിഴുങ്ങി എന്നൊക്കെ എസെക്കിയേൽ പറയാണ്. ഒരു ചുരുൾ അവൻ എനിക്ക് നീട്ടി, മനുഷ്യപുത്ര ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക, ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീയും ധിക്കാരിയാകരുത് എന്ന് പറയുമ്പോൾ ദൈവവചനം തള്ളിക്കളയുന്നതാണ് ധിക്കാരം എന്ന് പറയും. ദൈവവചനം തള്ളിക്കളഞ്ഞു പോകുന്നവരെ പോലെ നീ, അങ്ങനെയുള്ളവരെ പോലെ നീ ആകരുത്. ഞാൻ നിനക്ക് തരുന്നത് വായു തുറന്ന് ഭക്ഷിക്കാം. ഞാൻ നോക്കി അതാ നീട്ടിയ ഒരു കരവും അതിലൊരു ലേഖന ചുരുളും. അവനത് എൻ്റെ മുമ്പിൽ വിടർത്തി അതിൻ്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു. അതിൻ്റെ അകത്തും പുറത്തും അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തി. മനുഷ്യന്റെ പാപത്തിന്റെ ഫലമായി സംഭവിക്കുവാനിരിക്കുന്ന സകല ദുരന്തങ്ങളും വേദനകളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ് അത് രേഖപ്പെടുന്നതെന്ന് അത് ഉൾക്കൊള്ളുവാനായിട്ട് പറഞ്ഞു. ഇത് വാങ്ങി ഭക്ഷിക്കുക. അവനോട് പറഞ്ഞു, മനുഷ്യപുത്ര നീ കാണുന്ന ചുരുൾ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവവചനം ഉൾക്കൊള്ളുന്നവരായിട്ട് മാറുക, നമ്മൾ ദൈവവചനം സ്വീകരിക്കുന്നവരായിട്ട് മാറുക. പരിശുദ്ധ അമ്മ ദൈവ മാതാവായി മാറിയത് ഒരൊറ്റ വാക്കിനാലാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ നിന്റെ വചനം പോലെ മാത്രം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം ദൈവത്തിന് മുമ്പിൽ അടിയറ വെച്ചു. ഈ എസെക്കിയേല് ചുരുള് ഭക്ഷിച്ചതുപോലെ മറിയത്തിന്റെ ഉള്ളിലേക്ക് വചനം വന്ന് നിറഞ്ഞു. മറിയത്തിന്റെ ബുദ്ധിയിലും യുക്തിയിലും ചിന്തകളിലും മനസ്സിലും ആത്മാവിലും ഹൃദയത്തിലും മറിയത്തിന്റെ ഗർഭപാത്രത്തിലേക്കും വന്ന് ദൈവവചനം നിറഞ്ഞപ്പോൾ അവിടെ ദൈവം മറിയത്തിൽ നിന്നും ശരീരമെടുത്ത് മനുഷ്യരൂപം പൂണ്ടു. മറിയത്തിന്റെ ഗർഭത്തിൽ സാധാരണ ഒരു ശിശുവിനെ പോലെ ആ ഗർഭകാലം മറിയത്തിന്റെ ഉള്ളിൽ മറിയത്തിൽ നിന്നും ശരീരവും രക്തവും സ്വീകരിച്ചുകൊണ്ട് വചനം മാംസം ധരിച്ചു. അപ്പൊ അതാണ് നമ്മൾ പരിശുദ്ധ കന്യാമറിയത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. മറിയത്തിൽ നിന്നാണ് യേശുവിന്റെ ശരീരം എടുത്തത്, മറിയത്തിൽ നിന്നാണ് യേശുവിന്റെ രക്തം എടുത്തത്. നമ്മളിന്ന് യേശുവിന്റെ രക്തത്തിന്റെ വില, യേശുവിന്റെ ശരീരത്തിന്റെ വേദനകളുടെ മുറിവുകളുടെ വില, അവന്റെ കഷ്ടാനുഭവത്തിന്റെ വില എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നാണ് കർത്താവിന്റെ ശരീരവും രക്തവും ഒക്കെ എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക സഭ പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം പരിശുദ്ധ കന്യാമറിയം ദൈവവചനത്തിനായി
തൻ്റെ ജീവിതം സമ്പൂർണമായും അടിയറ വെച്ചതിന് ശേഷം മാത്രമാണ് മറിയത്തിൻ്റെ ഉള്ളിൽ വചനം വന്ന് നിറഞ്ഞു, അല്ലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു മറിയത്തിൻ്റെ ഉള്ളിൽ നിന്നും രൂപം എടുത്ത് ദൈവ മനുഷ്യനായി വന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഞാൻ പറയും, നമ്മളൊരു നല്ല മനുഷ്യ വ്യക്തിയായി ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമ്മളെ വചനം പാലിച്ചാൽ മതി. ഇനിയും നമ്മൾ ആത്മീയ വ്യക്തിയായി രൂപപ്പെടണമെങ്കിൽ നമ്മളെ വചനം കൃത്യമായി കുറെ കൂടി വചനം പാലിക്കല്ലേ. പണ്ടൊക്കെ നമ്മൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, പണ്ടൊക്കെ എനിക്ക് വചനം അറിയത്ത് പോലും ഇല്ലായിരുന്നു. നമ്മൾ പണ്ട് ഒരു 10-40 വർഷം മുമ്പ് നമ്മുടെ വീടുകളിലൊന്നും അങ്ങനെ വചനമില്ല അല്ല. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ടത് നമ്മുടെ വചന പ്രഘോഷണവും ധ്യാനങ്ങളും ധ്യാന കേന്ദ്രങ്ങളും അല്ല, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണുകയാണ്. തിരുസഭ പോലും വചനത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം. കാരണം എന്താ? ലോകത്തിൽ പാപം വർദ്ധിച്ചപ്പോൾ നമുക്കതിനെ ജയിക്കുവാൻ വചനത്തിന്റെ ശക്തിയാലേ സാധിക്കുകയുള്ളൂ. സങ്കീർത്തനം 107 പറയുന്നുണ്ട്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന ചിലർ എന്ന് പറയുമ്പോൾ ദൈവവചനം ധിക്കാരികളെ പോലെയായി. ദൈവവചനം ലംഘിക്കുന്നതാണ് പാപം. ദൈവവചനം പാലിക്കാതെ ലോകത്ത് സ്വന്തം ഇഷ്ടം പോലെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളുമായി പോയി, ജഡത്തിന്റെ ആഗ്രഹങ്ങളും ദുരാശകളുമായി പോയി ചിലർ തകർന്നു വീണ് പല രീതിയിൽ. സങ്കീർത്തനം 107 പറയുന്നുണ്ട്, 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട് വചനം പാലിക്കാത്തതുകൊണ്ടുണ്ടായ തകർച്ചകളും. അതിലൊരു കാര്യമാണ് അവർ രോഗികളായി തീർന്നെന്ന് പറയുന്നത്. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. രോഗസൗഖ്യം ഉണ്ടായത് ദൈവത്തിന്റെ വചനം അവർ സ്വീകരിച്ചപ്പോഴാണ്. സങ്കീർത്തനം 107 16-20 വായിക്കുമ്പോൾ കർത്താവ് തന്റെ വചനം അയച്ച്, നമ്മളൊരു കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ആ വചനം 2-3 വായനയുള്ള വചനങ്ങൾ നമ്മൾ കേട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ ധ്യാനം അല്ലെ വചന വ്യാഖ്യാനവും ഹോമിലിയൊക്കെ കേട്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തെ മനസ്സിനൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ദൈവവചനം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പോകുന്നത്. അതിന്റെ അടിസ്ഥാനം അതാണ്. എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ അന്ന് ഒരു ബലി അർപ്പിച്ചു അവരുടെ സത്രത്തിൽ കയറി. കാരണം എന്താ? അവരെ അതിനു മുമ്പ് ആ യേശു വചനത്തിലൂടെ ഒരുക്കാൻ, അവർക്ക് നഷ്ടപ്പെട്ടു പോയ വചനങ്ങൾ, അവർക്ക് ബൈബിളിലൂടെ അല്ലെങ്കിൽ തിരുവചന ഗ്രന്ഥങ്ങളിലൂടെയുള്ള വചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് യേശു അവരുടെ ഉള്ളിൽ അവരുടെ ഹൃദയം ജ്വലിച്ചു എന്നാണ് പറയുന്നത്. അവരുടെ ഹൃദയം ജ്വലിച്ചു. എന്താ? ഉള്ളിലേക്ക് യേശുവിനെ സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസവും പ്രത്യാശയൊക്കെ അവരുടെ ഉള്ളിൽ ആ വചന ശ്രവണത്തിലൂടെ ഉണ്ടായി കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് യേശു അവരുടെ കൂടെ ആ സത്രത്തിലേക്ക് അവർ വിളിച്ചപ്പോൾ കയറിയത്. നാഥ, ഞങ്ങളോട് ഒത്തു വസിച്ചാലും. അവിടെ ബലിയർപ്പണത്തിലൂടെ അവരുടെ ഹൃദയം വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട, വചനം നഷ്ടപ്പെട്ടു പോയി അവർ ഓടുകയായിരുന്നു ജെറുസലേമിൽ നിന്നും ദൂരേക്ക്. എന്നാൽ അവരുടെ വചനം സ്വീകരിച്ച് ഹൃദയത്തിൽ ജ്വലിച്ച് അവർ ആ വിശുദ്ധ കുർബാന, അതായത് വചനത്തിന്റെ പൂർത്തീകരണമായ ദൈവം മനുഷ്യനായി തീർന്ന ദൈവം, മനുഷ്യനായ ദൈവം കൂദാശയായി മാറുകയാണ് മരണത്തിന് മുമ്പായിട്ട്. നമ്മൾ യോഹന്നാന്റെ 6-ാമത്തെ അധ്യായം വായിക്കാറും മത്തായിയുടെ 26 ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ, സുവിശേഷം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം യേശു യോഹന്നാൻ 6-ാമത്തെ അധ്യായത്തിൽ പഠിപ്പിച്ചത് അന്ത്യത്താഴ സമയത്ത് നിറവേറി ആ വചനം അല്ലെങ്കിൽ വചനം. അപ്പോൾ യേശുവിൻ്റെ ഈ ലോക ജീവിതം കുരിശിൽ മരിക്കുക എന്നുള്ളത് മനുഷ്യവർഗത്തിന് വേണ്ടി, പക്ഷെ അതിനേക്കാളും അതിനു മുമ്പായി അവിടുന്ന് കൂദാശയായി വിശുദ്ധ കുർബാനയായി മാറുക എന്നുള്ളതും അത് ദൈവവചനത്തിന്റെ പൂർത്തീകരണമാണ്. ഇന്നലെയൊക്കെ നമ്മൾ ഞായറാഴ്ചയൊക്കെ ചിന്തിച്ചാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നുവെന്ന് ഈശോ വ്യക്തമായി പഠിപ്പിച്ചു യോഹന്നാൻ 6. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ അവർക്ക് ആകാശത്തിൽ നിന്നും മന്ന വർഷിച്ചു കൊടുത്ത മന്ന ശേഖരിച്ച് അതുകൊണ്ട് അപ്പമുണ്ടാക്കിയാണ് അവർ 40 വർഷം മരുഭൂമിയിൽ ജീവിച്ചത്. അത് ശരീരത്തിൻ്റെ ഭക്ഷണമായിരുന്നെങ്കിൽ നമ്മുടെ നിത്യതയിലേക്കുള്ള യാത്രയിൽ നമുക്ക് ആത്മീയ ഭക്ഷണമായി ദൈവം തന്നെ മനുഷ്യനായ ഭൂമിയിലേക്ക് വന്ന്, യേശു തന്നെ വന്ന് നമ്മുടെ ആത്മാവിന് ശക്തി പകർന്ന് നമ്മുടെ നിത്യതയിലേക്കുള്ള യാത്രയിൽ നമ്മളെ വഴി നടത്തുന്ന അനുദിനം വിശുദ്ധ കുർബാനയായി നമ്മുടെ ദേവാലയത്തിന്റെ ബലിവേദിയിൽ അന്ന് അവരുടെ കൂടാരവാതുക്കൾ പൊടിമഞ്ഞ് പോലെ വന്ന് വീണിരുന്ന മന്ന ഇന്ന് നമ്മുടെ ബലിവേദിയിൽ, ഓരോ ബലിയർപ്പണ വേദിയിലും കുർബാനയായി യേശു തൻ്റെ ആത്മീയ സാന്നിധ്യമായി വന്നിറഞ്ഞുകൊണ്ട് അവനെ നാം ബലിയിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ നാം അവനെ ഭക്ഷിക്കുകയാണ്. അവൻ്റെ ജീവൻ എന്ന് പറയുമ്പോൾ അവനൊരു വ്യക്തിയാണ്. നമ്മുടെ ആത്മാവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ.
നമ്മുടെ ആത്മാവെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം, നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നതുകൊണ്ട് നമ്മുടെ രൂപം നമുക്കറിയാം, ഏകദേശം നമുക്കറിയാം. പക്ഷെ അത് പിന്നെ മറന്നു പോകുന്നു വചനം പറയുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ. എന്നാൽ മറ്റുള്ളവരോട് ചോദിച്ചാൽ ഇന്നയാൾ അല്ലേ, ഇന്നയാൾ ഇവിടെയുള്ള ആളെന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം അറിയാം. കാരണം അവരെല്ലാം കണ്ട രൂപവും ഏകദേശം അറിയാം. അതുകൊണ്ട് ഇന്നയാളെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ആത്മാവിനെ കുറിച്ച് പറയാൻ ആരും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്ന വചനം പറഞ്ഞതാണ്. ദൈവം ആത്മാവാണ്. പക്ഷേ കാണപ്പെടുന്നവനായി ഭൂമിയിൽ 33 വർഷം ദൈവം ജീവിച്ചു, മനുഷ്യ ശരീരം എടുത്തുകൊണ്ട്. പക്ഷെ അവൻ കുരിശിൽ നമ്മുടെ ഈ ശരീരത്തിൽ വന്ന പാപത്തിന് പരിഹാരം ചെയ്യാനാണ് ദൈവത്തിന് നമ്മയെപ്പോലെ ഒരു ശരീരം എടുക്കേണ്ടി വന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലൂടെ നമ്മൾ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യേണ്ടിയിരുന്നത് കൊണ്ടാണ് യേശുവിന് ശരീരം നമ്മളെപ്പോലെ തന്നെ ഒരു ശരീരം എടുക്കേണ്ടി വന്നു. ആ ശരീരത്തിൽ അവൻ അടിമുതൽ മുടി വരെയും അവൻ മുറിവേറ്റു. യെശയ്യാ പറയുന്നില്ല, അവനെ കണ്ടവർ അമ്പരന്ന് പോയി, അവന്റെ ശരീരത്തിൽ മുറിവേൽക്കാത്ത ഒരിടവും ഉണ്ടായിരുന്നില്ല. ഇന്നും വെളിപാട് 5 രക്തമൊലിക്കുന്ന ഒരു കുഞ്ഞാട് അവൻ്റെ ഇന്നലെ കണ്ട് അവൾ എസെക്കിയേൽ പറഞ്ഞത്, അവനെ കണ്ടാൽ മനുഷ്യപുത്രനെ പോലെ ഇരിക്കുന്നു. അതെ, അവൻ ദൈവപുത്രനായ യേശു നമുക്ക് വേണ്ടി പരിഹാര ബലിയായി തന്നെ അർപ്പിച്ചുകൊണ്ട് തന്റെ ശരീരത്തിൽ നിന്ന് മാറി ഒരു ആത്മീയ ശരീരത്തിലേക്ക് മാറി ഉത്ഥാനം ചെയ്തപ്പോൾ അവനൊരു ആത്മീയ ശരീരം ധരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കാണപ്പെടാൻ വേണ്ടി, അവർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി, അവർക്ക് അറിയാവുന്ന മനുഷ്യ ശരീരത്തിൽ പലപ്പോഴും അവർക്ക് കാണപ്പെട്ടു. പക്ഷേ എമ്മാവോസിലെ അനുഭവത്തിന് ശേഷം പിന്നീട് അപ്പസ്തോലന്മാർക്കും ആർക്കും അവൻ കാണപ്പെട്ടില്ല. കാരണം എന്താ? അവനിപ്പോൾ അപ്പത്തിന്റെ രൂപത്തിലാണ്, മനുഷ്യന്റെ രൂപത്തിലല്ല. അപ്പത്തിന്റെ രൂപത്തില് സർവശക്തിയോട് താബോർ മലയിൽ രൂപാന്തരപ്പെട്ട ആ ഉത്ഥാന ശക്തിയോടെയാണ് ഇപ്പോൾ ഭൂമിയിലായിരിക്കുന്നത്. ഞാൻ പറയും, നമ്മുടെ ഈ കണ്ണുകൊണ്ട് കണ്ടാൽ, നമ്മുടെ കണ്ണ് ചിലപ്പോൾ സോളാർ എക്ലിപ്സ് കണ്ടാൽ എങ്ങനെയിരിക്കും? സോളാർ എക്ലിപ്സ് ഉണ്ടാകുമ്പോൾ പറയും കണ്ണുകൊണ്ട് നോക്കരുത്, കണ്ണ് ഇരുട്ടായി പോകും, കണ്ണ് നഷ്ടപ്പെട്ടു പോകും. ഏതാണ്ട് അതുപോലെയാണ്. അവനെ താബോർ മലയിൽ കണ്ടപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റിയില്ല. അവിടെ ശരീരത്തിൻ്റെ ദൈവത്തിൻ്റെ ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിന് മുമ്പിൽ മനുഷ്യരായ അപ്പസ്തോലന്മാർക്ക് നിൽക്കാൻ പറ്റിയില്ല. അവർ ബോധം കെട്ട് വീണെന്നാണ് പറഞ്ഞു. അവിടെ കർത്താവ് എന്ന് അവരെ തൊട്ട് എഴുന്നേൽപ്പിക്കുമ്പോഴാണ് അവർക്ക് ശക്തി കിട്ടിയത്. അപ്പോൾ ഇന്ന് ഭൂമിയിൽ മരിച്ചുകൊണ്ട് ജീവിക്കുന്നവന് ആ താബോർ മലയിൽ രൂപാന്തരപ്പെട്ടല്ലേ എസെക്കിയേൽ കണ്ട, ദാനിയേൽ കണ്ട, യോഹന്നാൻ വെളിപാടിൽ കണ്ട ആ തീജ്വാല പോലെയുള്ളവനാണെന്ന് ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മോടൊത്ത്. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കണ്ടാലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അപ്പത്തിന്റെ രൂപത്തിൽ നമുക്കിന്ന് കാണപ്പെടുന്ന രൂപത്തിൽ അല്ലേ. ഇടയ്ക്കൊക്കെ ലാൻസിയാനാൽ ഇറ്റലിയിലെ അത്ഭുതം തുടങ്ങി പല അത്ഭുതങ്ങളും നമ്മൾ കേൾക്കുന്നല്ലേ. അവൻ്റെ രൂപാന്തരീകരണം അവൻ എന്നും കുർബാനയിൽ ഒരു അത്ഭുതമായിട്ടുണ്ട്. പക്ഷേ നമുക്കത് കാണപ്പെടാൻ വേണ്ടി ഒരു അടയാളമായിട്ട് പലപ്പോഴും മനുഷ്യർക്ക് പല രീതിയിൽ വെളിപ്പെടുന്നുണ്ട്. നല്ല ബോധ്യമുള്ള നമുക്കതിൻ്റെ ആവശ്യമില്ല. ചിലർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അത് കർത്താവിന് അങ്ങനെ ഇപ്പോഴും ചെയ്യേണ്ടി വരുന്നത്. വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഈ കാലഘട്ടങ്ങളിൽ പാപം വർദ്ധിച്ചപ്പോൾ അതിലേറെ കൃപയും വർദ്ധിച്ചു എന്ന വചനപ്രകാരമാണ്. അത് ചിലർക്ക് അതിനുള്ള കൃപ കിട്ടുന്നു, കാണാനും അനുഭവിക്കാനും ഒക്കെ. അത് മനുഷ്യവർഗത്തെ വീണ്ടും ദൈവസന്നിധിയിലേക്ക്, ദൈവവചനത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മളിന്ന് മനസ്സിലാക്കുന്നത് വചനമാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. ലോകത്ത് പല സ്റ്റാൻഡേർഡുണ്ട്, പല രീതിയിൽ പല കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മുടെ കേൾവിയിൽ പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ജീവിതം അല്ലെ, നമ്മൾ മിക്കവാറും തന്നെ എല്ലാവരും ചെയ്യുന്നതല്ലേ. സാധാരണ നമ്മുടെ വെയിറ്റ് കോൺഷ്യസ് ഉള്ളതുകൊണ്ട് നമ്മൾ കുളിക്കാനൊക്കെ കയറുമ്പോൾ ബാത്റൂമിൽ കയറി നോക്കും നമ്മുടെ വെയിറ്റ് ഇന്നലത്തേക്കാൾ കൂടിയോ കുറഞ്ഞോ എന്നല്ലേ. നമ്മളുടെ ജീവിതം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവ വചനവുമായിട്ട് തട്ടിച്ചു നോക്കണം. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ നോക്കണം. ഇന്ന് വചനം മുഴുവനും നമ്മൾ ഓർപ്പിക്കുന്ന എസെക്കിയേലിന് ആ വചനം ഉള്ളിൽ കൊടുത്തു. അപ്പൊ ചുരുൾ ഭക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവചനം ഉള്ളിൽ, ഹൃദയത്തിൽ, മനസ്സിൽ, ആത്മാവിൽ നിറച്ചുകൊണ്ട് പറയാണ്, ഇനിയും പോയി നീ സംസാരിക്കുക, ഇനിയും പോയി സംസാരിക്കുക. അറിവില്ലാതെ ഇങ്ങനെ അഹങ്കാരികളായിരിക്കുന്നവർക്ക് അറിവ് കൊടുക്കാൻ, അവരുടെ ജീവന്റെ വഴിയിലേക്ക് നയിക്കാൻ നഷ്ടപ്പെട്ടു പോയ അവർക്ക് ആ വചനം കൊടുക്കുക എന്ന് പറഞ്ഞാണ്. ഇത് യെശയ്യായോട് പറഞ്ഞു, ജെറമ്യായോട് പറഞ്ഞു അല്ല. ദൈവം കൈനീട്ടി ജെറമ്യായുടെ അധരങ്ങളെ സ്പർശിച്ചു. ദൈവം കൈനീട്ടി യെശയ്യായുടെ അധരങ്ങളെ സ്പർശിച്ചു.
വചനം നിക്ഷേപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി അവരോട് പറയുക, രാജാക്കന്മാരോടും അല്ല ജനത്തോടൊക്കെ പോയി പറയുക. ഈ ഒരു ദൗത്യം ക്രിസ്ത്യാനിയായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ദൈവവചനം ഒന്ന് നിറഞ്ഞവരായിരിക്കണം. അതായത് ചുരുള് ഭക്ഷിച്ചപ്പോൾ വയറ് നിറഞ്ഞു, അത് വായിൽ മധുരിച്ചു എന്നാണ് ഇന്ന് ആഗോള സഭയിലെ പ്രതിവചന സങ്കീർത്തനത്തിലും അത് തന്നെയാണ് അല്ലെ. സങ്കീർത്തനം 119 ദൈവ കർത്താവിന്റെ നിയമം എന്നാണ് അതിന്റെ ഹെഡിങ് തന്നെ. ദൈവവചനത്തെ കുറിച്ചുള്ള ഒരു സങ്കീർത്തനം തന്നെയാണ് സങ്കീർത്തനം 119. അവിടെ ദൈവവചനത്തെ കുറിച്ച് തന്നെയാണ് പറയുക. അവിടെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വചനമുണ്ട്, എന്നിട്ട് വായനയില്ല, പക്ഷേ ഒരു ചെറുപ്പക്കാരി, ഒരു യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും. സങ്കീർത്തനം 119:9 പറയുകയാണ്, അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്, അങ്ങയുടെ വചനം അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഒരു ചെറുപ്പക്കാരിൽ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ദൈവവചനത്തിലാണ് വളരേണ്ടത്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ടല്ലോ, കുഞ്ഞുനാളിൽ നമ്മൾ വചനമൊന്നുമില്ല, വചനമൊന്നും വായിക്കാനുള്ള, ഞാൻ വചനത്തിന് വരെ കുറെ അടിയാ മേടിച്ചെന്ന് ഞാൻ പറയും. കുഞ്ഞുനാളിൽ വചനം പാലിക്കാതെ അടിമേടിച്ച് കുറെ കഴിഞ്ഞപ്പോൾ ആകപ്പാടെ വചനത്തിന് എതിരായി തീർന്നു. അതൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. ഇന്ന് അനേക കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് അല്ലേ. നമ്മുടെ മാതാപിതാക്കളൊക്കെ ഒന്നെങ്കിൽ പേടിച്ചാണ്, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെ പേടിച്ച് അവരെ കർശനമായി വചനം നമ്മളെ വായിലേക്ക് ഞെക്കി തള്ളിക്കൊടുത്ത് തീറ്റിച്ചോ അല്ലെങ്കിൽ അവരെ പീഡിപ്പിച്ചൊക്കെയാണ് വചനം കൊടുത്തതുകൊണ്ട് ഇന്ന് അവർക്ക് വചനത്തിൽ വലിയ വിശ്വാസമില്ല. ഞാൻ എൻ്റെ അനുഭവം വെച്ചാൽ പറഞ്ഞു കേട്ടോ. ജീവിതാനുഭവത്തിലേക്ക് സ്വന്തമായി കടന്നു വന്നപ്പോൾ മാത്രമാണ് അന്ന് അവർ ചെയ്തത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നത് അല്ലേ. സാത്താൻ ലോകത്തിൽ നമ്മളുടെ ജീവിതത്തെ കണ്ണിനെ മൂടി മനസ്സിനെ മൂടി പാപത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അന്ന് മാതാപിതാക്കൾ അടിച്ചും ബഹളം വെച്ചും ഒക്കെ നമ്മളെ എഴുന്നേൽപ്പിച്ചും പള്ളിയിൽ കൊണ്ടുപോയും അല്ലെ നമ്മളെ അങ്ങനെ നിർബന്ധിച്ചൊക്കെ തന്ന വചനം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇതെന്ന് എന്തെങ്കിലുമൊക്കെ ഫലം പുറപ്പെടുവിക്കുന്നത്. അപ്പം ഇന്ന് ചില പരാതി ഇതാണ്, എൻ്റെ മാതാപിതാക്കൾ എന്നെ ഫോഴ്സ് ചെയ്താണ് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഇഷ്ടമില്ലാത്ത, ഞാൻ ഇത്രയും പ്രായമായിട്ട് എനിക്ക് 10-18 വയസ്സായല്ലേ 20 വയസ്സായി, ഞാനിന്ന് യുവതിയായി, ഇനിയിപ്പോൾ എൻ്റെ അപ്പനും അമ്മയും പറയുന്നത് ഞാൻ കേൾക്കണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അവിടെ ഞാൻ പറയും, തീർച്ചയായിട്ടും നമ്മൾ അവരെ ദൈവം എങ്ങനെ നമ്മളെ ഉൾക്കൊണ്ട് അതുപോലെ അവരെ ഉൾക്കൊള്ളുക, ദൈവസന്നിധിയിലേക്ക് അവരെ സമർപ്പിക്കുക. ഇത് വലിയൊരു മേഖലയാണ് പ്രിയമുള്ളവരെ. അതാണ് ഇന്ന് എസെക്കിയേലോട് പറഞ്ഞത്, അത് ധിക്കാരികളുടെ ഭവനം. കാരണം ലോകത്തിൽ സാത്താൻ നമ്മുടെ ഉള്ള എപ്പോഴും ദൈവവചനത്തിനായി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ചിന്തകളെയും ദൈവവചനത്തിന് എതിരായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് സാത്താന്റെ ജോലിയാണ്. അവനത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സാത്താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശുവിനെ പരീക്ഷിക്കാൻ സാത്താൻ വന്നപ്പോൾ എന്താ, ദൈവവചനത്തിന് എതിരായിട്ട് ചെയ്യാനായിട്ടാണ് അവന് യേശുവിനോട് പറയുന്നത് മുഴുവനും. എങ്ങനെയാണോ പിതാവ് ആഗ്രഹിക്കുന്നത് അതിന് എതിരായിട്ട് വചനം കല്ലുകളോട് അപ്പമായി നിന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, നിന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി വചനത്തെ അത്ഭുതം സംഭവിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാം. നീ എന്തിനാ ഇങ്ങനെ വിശന്നിരിക്കുന്നത്? മരുഭൂമിയിൽ നിനക്ക് അധികാരമുണ്ടല്ലോ, നീ പറഞ്ഞാൽ ആ കല്ലുകൾ അപ്പമായി തീരും, നിനക്കത് ഭക്ഷിക്കാം. ഈശോ പറഞ്ഞില്ല, ദൈവം അല്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് യേശു തിരുത്തി. അവിടെ ഓരോ വചനവും സാത്താൻ പരീക്ഷിച്ചപ്പോൾ യേശു അതിനെ സത്യം വെളിപ്പെടുത്തി. കാരണം വചനമാണ് സത്യം, യേശു വചനം തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ വചനം നിറഞ്ഞവരായിരിക്കും. നമ്മൾ ആഹാരം കഴിച്ച് നമ്മൾ നല്ലൊരു ഏമ്പക്കം ഇടുന്നത് പോലെ, നമ്മുടെ വയറ് നിറഞ്ഞ ഭക്ഷണം കഴിച്ച് ഏമ്പക്കം ഇടുന്നത് പോലെ നമ്മളുടെ ആത്മാവൊന്ന് ഏമ്പക്കം ഇടട്ടെ, വചനത്താൽ നിറഞ്ഞ്. ഞാൻ പറയും, പലപ്പോഴും പറയാറില്ല, ഈ ഭാഷാവരം എന്നൊക്കെ പറയുന്ന ആത്മാവിന്റെ ഏമ്പക്കമാണ്. വചനം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആത്മാവിന്റെ സന്തോഷം അത് പുറത്തു വരുന്നതാണ് ഭാഷാവരം എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തതിനാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് പ്രാർത്ഥിക്കുന്നതാണ് ഭാഷാവരം. അല്ലെങ്കിൽ ആത്മാവിൻ്റെ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ആത്മാവിൻ്റെ ഹൃദയത്തിൽ നിന്നും ആത്മാവിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്ന സന്തോഷ പ്രകടനമാണ് ആത്മാവിൻ്റെ ഭാഷയാണ്. ആർക്കും മനസ്സിലാകില്ലത്. ലോകത്തിൽ എന്തെല്ലാം ഭാഷകളുണ്ട്, ഏതെങ്കിലും ഭാഷയായിരിക്കും. കാരണം നമ്മളെല്ലാം സഹോദരന്മാരാണ്.
ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഇന്ത്യയിലുള്ള എൻ്റെ സഹോദരങ്ങളാണെന്ന് പറയുന്ന പോലെ ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരും ദൈവമക്കളാണ്, അവരെല്ലാം എൻ്റെ സഹോദരരാണ് എന്ന് പറയുമ്പോൾ ഭാഷാവരത്തിൽ വരുന്നത് ലോകത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ഒരു ഭാഷയായിരിക്കും എന്ന് മനസ്സിലാകണമെന്നില്ല. ആത്മാവിൻ്റെ നിറവിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ഗിഫ്റ്റ് ഓഫ് ടങ് എന്ന് ഞാൻ പറയും. നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ അതിനായിട്ട് വിശ്വസിക്കണം. പലർക്കും അതൊക്കെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അതൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഒരു ആത്മീയ ശക്തി തന്നെയാണ് പറയുന്നത്. അതുപോട്ടെ, ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ ദൈവവചനം അടിസ്ഥാനമായിട്ടുണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ പറയും, ഒരു ധ്യാനം കൂടാൻ പറയും, ഒരു ധ്യാനം കൂടാൻ പറയും, അല്ല ഒരു കൗൺസിലിങ്ങിന് പോകാൻ പറയും. എന്താണ് കാരണം? അവിടെ വെച്ചായിരിക്കും നമുക്ക് വേണ്ട വചനം കിട്ടുന്നത്, നഷ്ടപ്പെട്ടു പോയ വചനം കിട്ടുന്നത്. കാരണം എന്താ? പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ് നമ്മുടെ ജീവിതം ഒരു പാലം പോലെ, ഒരു ചതുപ്പ് നിലത്തൊരു പാലം പണിതിരിക്കുന്നത് പോലെയാണ്. മരണത്തിൻ്റെ കൂരിൽ നിറഞ്ഞ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ അനർത്ഥവും പേടിക്കുകയില്ല, അവൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ദൈവവചനം പാലിച്ചുകൊണ്ട്. സങ്കീർത്തനം 119 പറഞ്ഞത്, ദൈവമേ എനിക്ക് വചനമാണ് സന്തോഷം. സമ്പത്ത് അല്ല, ഏറ്റവും വലിയ സമ്പത്തിനേക്കാൾ എനിക്കും സമ്പത്ത് സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ, അങ്ങയുടെ വചനം പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. പലപ്പോഴും മനുഷ്യർ ആനന്ദം എന്താ? ഏറ്റവും വലിയ കുറേയധികം കാശ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആനന്ദമാണ്, ഒന്നും പേടിക്കാനില്ല, എനിക്ക് ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കാം, ആനന്ദമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ യേശു ആനന്ദിച്ചത് ദൈവവചനം മനുഷ്യരിൽ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോഴാണ്. അവൻ ആത്മാവിൽ ആനന്ദിച്ചു. അപ്പസ്തോലന്മാർ തിരികെ വന്നുകൊണ്ട് അവർ യേശു നാമത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ, ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിയെന്ന്. അതായത് വെറും വിദ്യാഭ്യാസമില്ലാത്ത മുക്കുവരായ അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് സോളമന് ജ്ഞാനം കൊടുത്തുപോലെ, ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിവ് കൊടുത്തുപോലെ, എല്ലാം സൃഷ്ടിച്ചവനായ ദൈവം വചനം നമ്മൾ പാലിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ, സങ്കീർത്തനം 119:24 അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം, അവയാണ് എനിക്ക് ഉപദേശം. നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവവചനമാണ്. നമുക്ക് ഡിഗ്രി എടുക്കാം, PhD എടുക്കാം, 2-3 ഡിഗ്രിയൊക്കെ എടുക്കാം, നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആനന്ദം നൽകുന്നത് യഥാർത്ഥത്തിൽ ദൈവവചനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമുക്ക് ആനന്ദം നൽകുന്നത്. ദൈവവചനം വീണ്ടും പറയാണ്, ഞാൻ അങ്ങയുടെ ആയിരക്കണക്കിന്, സങ്കീർത്തനം 119:72 ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമവചനമാണ് എനിക്ക് അഭികാമ്യം. ദൈവിക ജ്ഞാനം ലഭിച്ച ഈ ദാവീദ് പറയാണ്, എന്നെ ദൈവമേ, എന്തുമാത്രം പണം ഉണ്ടെങ്കിലും നിന്റെ വചനമാണ് എനിക്ക് യഥാർത്ഥത്തിൽ, അത് പാലിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഉള്ളിൽ എൻ്റെ സമ്പത്തും സമൃദ്ധിയും എല്ലാം അതാണ്, എൻ്റെ വചനം പാലിക്കുന്നുണ്ട്. പിന്നെ 119:103 വചനം, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. അതാണ് എസെക്കിയേലിന് സംഭവിച്ചത്. ഹൃദയം തുറന്ന് സ്വീകരിച്ചപ്പോൾ നാവിൽ മധുരം അനുഭവപ്പെട്ടു എന്ന്. 111 വചനം, അങ്ങയുടെ കൽപ്പനകളാണ് എന്നേക്കും എൻ്റെ ഓഹരി. ദൈവം നമുക്ക് നൽകുന്ന ഓഹരി, അതായത് നമുക്ക് സ്റ്റോക്കല്ലേ, ഞാൻ സ്റ്റോക്കൊന്നും കളിക്കാറില്ല കേട്ടോ, ഒരു പറഞ്ഞെന്നുള്ള ഉദാഹരണത്തിന് വേണ്ടിയിട്ട്. നമുക്ക് ഏറ്റവും നല്ല സ്റ്റോക്ക് ദൈവവചനത്തിൽ നിക്ഷേപിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ലോകത്തിൽ പലതിലും നിക്ഷേപിക്കാം. മനുഷ്യൻ ഓടിയെടുക്കുകയാണ്, എവിടെ സ്വർണം നിക്ഷേപിച്ചാലോ അല്ലെങ്കിൽ ഇന്ന സ്റ്റോക്കിന് എവിടെയാണ്. പക്ഷേ നമ്മൾ ദൈവവചനത്തിൽ നിക്ഷേപിക്കണം. ദൈവവചനം പാലിച്ചുകൊണ്ട് വെളിപാടിൽ ഈശോ പറഞ്ഞില്ലേ, എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നൽകാം, ഒരിക്കലും നിനക്ക് നഷ്ടം ഉണ്ടാകില്ല. ലോകത്തിൽ എവിടെ വെച്ചാലും നഷ്ടപ്പെട്ടു പോകും, ഇന്നല്ലെങ്കിൽ നാളെ അല്ലേ. നമ്മൾ എവിടെ കൊണ്ട് നിക്ഷേപിച്ചാലും അത് തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. ദൈവവചനത്തിൽ, കാരണം ദൈവവചനമാണ് എല്ലാത്തിനെയും താങ്ങി നിർത്തിയത്. എബ്രായർ 1:3 ദൈവം തന്റെ ശക്തിയുള്ള വചനത്തെ എല്ലാത്തിനെയും താങ്ങി നിർത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവവചനം പാലിക്കുകയാണെങ്കിൽ, നമ്മൾ സമ്പാദിക്കുമ്പോൾ ദൈവവചനം അനുസരിക്കുകയാണെങ്കിൽ അതെന്നൊന്നും നിലനിൽക്കും. ഇതാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. വീണ്ടും നമ്മുടെ ഉള്ളം എല്ലാ പ്രഭാതത്തിലും കർത്താവ് നിറയ്ക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളം നിറയ്ക്കുകയാണ്. സങ്കീർത്തനം ഏശയ്യ 50 പറയുന്നുണ്ട്, 4 പരിശീലന ആശ്വാസം, അല്ലെ മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് ആശ്വാസം. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ കർത്താവിലെ വിലാപങ്ങളിൽ അവിടുത്തെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അവിടുത്തെ കൽപ്പന, അവിടുത്തെ നിയമം, അവിടുത്തെ സ്നേഹം എന്നിൽ നിറയ്ക്കുന്നുണ്ട് ഓരോ പ്രഭാതത്തിലും.
അത് തന്നെയാണ് യെശയ്യാ 50 പറഞ്ഞത്. മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാനായിട്ട് ആ വചനം ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. എല്ലാ ദിവസവും യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എവിടെ നേരം വിളിക്കുമ്പോൾ ആൾക്കാർ കാണാല്ല. എന്താ? പ്രഭാതം തോറും ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവാത്മാവിൽ നിറഞ്ഞ് യോഹന്നാൻ വെളിപാട് 1 പറഞ്ഞ പോലെ കർത്താവിന് നേരത്തെ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ. ആത്മനിറവിലായിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിലൂടെ ദൈവം നമ്മുടെ എസെക്കിയേൽ പറഞ്ഞ പോലെ വയറ് നിറച്ച് ഭക്ഷിക്കാൻ നമ്മുടെ ആത്മാവ് നിറയെ. കാരണം ക്ഷാമം വരാൻ പോകണം. ആമോസ് പറയുന്നുണ്ട്, ഇവരാ ക്ഷാമം വരാൻ പോകുന്നു, അതുകൊണ്ട് ഇപ്പോൾ നിറച്ചുകൊള്ളൂ. കുറെ കഴിയുമ്പോൾ ഈ ബൈബിളൊന്നും ഉണ്ടാകണമെന്നില്ല, കുർബാന ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കണം. നിയമാവർത്തിൽ പണ്ട് പറഞ്ഞ പോലെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങളുടെ നെറ്റിത്തടത്തിലുണ്ടാക്കി നിങ്ങളുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് അണിയണം. നിങ്ങളുടെ വീടിന്റെ കട്ടിലപ്പടിയുമേലൊക്കെ എഴുതി വെക്കണം. കാരണം നമ്മളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് ഇത് സത്യമായ കാര്യമാണ്. കാരണം ദൈവത്തിന്റെ വചനമാണ് സത്യം. ദൈവമേ, യേശു പറഞ്ഞു യോഹന്നാൻ 17, ദൈവമേ അവിടുത്തെ വചനമാണ് സത്യം, അവിടുത്തെ വചനമാണ് സത്യം. ശിഷ്യന്മാർ എന്ന സുവിശേഷം പുഷ്പർപ്പിച്ചതുപോലെ മത്തായി 18 ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതം ദൈവവചനത്തിന് അനുസൃതമായി മാറ്റുന്നതിനാണ് മാനസാന്തരം. ഇത്രയും നാൾ ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ലോകം പറയുന്ന പോലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ അതല്ല, ദൈവവചനമാണ് സത്യം. അതാണ് നിലനിൽക്കുന്നത്, അതാണ് സൗഖ്യം, അതാണ് ആരോഗ്യം, അതാണ് സന്തോഷം, അതാണ് ആനന്ദം എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എൻ്റെ ജീവിതം ഞാൻ ദൈവവചനത്തിനനുസരിച്ച് ക്രമപ്പെടുത്താനായിട്ട് തീരുമാനമെടുക്കുന്നതിനാണ് മാനസാന്തരം, മനസ്സിന്റെ മാറ്റം എന്ന് പറയാം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞല്ലേ, നിഷ്കളങ്കമായ മനസ്സാണ് കൊച്ചുകുഞ്ഞ്. അതുപോലെ നമ്മൾ ആകുന്നില്ലെങ്കിൽ ശിശുവിനെ പോലെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഞാനിത് പറയുന്നത് ചില കാര്യമുണ്ട്, നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. കൊച്ചു കുഞ്ഞുങ്ങൾ, നമ്മളൊരു പാർട്ടിയോ അല്ലെങ്കിൽ ഗ്യാതറിങ്ങോ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയാൽ എവിടെയായിരിക്കും? വേറെ കൊച്ചു കുഞ്ഞുങ്ങൾ വലിഞ്ഞു പോകുന്നവരൊക്കെ ആണെങ്കിൽ വലിഞ്ഞു പോകുന്നവരെല്ലാം കൂടെ കൂട്ടി അവരൊരു സമ്മേളനം കൂടുകയാണ്. എല്ലാവരും കൂടെ വലിഞ്ഞു നടന്നുകൊണ്ട് അവർ കളിക്കുകയും ചിരിക്കുകയും ടോയൊക്കെ പങ്കുകയൊക്കെ ഉണ്ട്. അവരുടെ കൂട്ടായ്മയുണ്ട്. ഇന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ യേശു ഒരു ശിശുവിനെ പോലെയാണ്. യേശു വചനം പാലിക്കുന്നുണ്ട്. നിഷ്കളങ്കനാണ്. അവന് വലിയ ഭാവമൊന്നുമില്ല, നിഷ്കളങ്കനാണ്. അവനൊരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സാണ് യേശുവിന്റെ മനസ്സ്. അപ്പൊ ഈ ഭൂമിയിൽ നമുക്ക് ദൈവരാജ്യത്തിൽ യേശുവുമായിട്ട് ബന്ധമുണ്ടാകണമെങ്കിൽ നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ എപ്പോഴും കൂട്ടുകൂടുന്നത് കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടാണ്. നമുക്ക് യേശുവുമായിട്ട് കൂട്ടുകൂടണമെങ്കിൽ നമ്മൾ ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കമായ നല്ലൊരു മനസ്സ്, ആരോടും വെറുപ്പും വിദ്വേഷവും വാശിയൊന്നും ഇല്ലാതെ നിഷ്കളങ്കമായ, അതിൽ ദാവീദ് പറഞ്ഞത്, ദൈവം നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ യേശുവിൻ്റെ കൂടെയാണ്, ദൈവരാജ്യത്തിലാണ്, സ്വർഗരാജ്യത്തിലാണ്. പക്ഷെ നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ വലിയ ആൾക്കാരാണ്, നമുക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് നല്ല ശാസ്ത്രീയ അവബോധമുണ്ട്, നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് മുതിർന്നവരെ പോലെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ദൈവരാജ്യത്തിൽ നിന്ന് പ്രവേശനം ഇല്ലാത്തത്. ദൈവവചനം അപ്പാടെ വിശ്വസിക്കാണ്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡാണ്, ദൈവവചനമാണ്. വിശ്വസിച്ചുകൊണ്ട് അപ്പാടെ മറിയം വിശ്വസിച്ചതുപോലെ, അനേക വിശുദ്ധർ വിശ്വസിച്ചതുപോലെ ദൈവവചനത്തെ പൂർണ്ണമായി സ്വീകരിക്കാൻ, അതിന് ജീവിതം ക്രമീകരിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ശിശുവിനെ പോലെ ആ നിഷ്കളങ്ക മനസ്സുള്ള, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണെന്നാണ് മത്തായി 11 യേശു പറഞ്ഞത്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, കൊച്ചു കുഞ്ഞിനെ പോലെ. അതുപോലെ ആകുമ്പോഴാണ് നമുക്ക് യേശുവുമായിട്ടൊരു കൂട്ടുകൂടാൻ പറ്റുക. ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ നമ്മളൊരു ആത്മസന്തോഷം അനുഭവിക്കുന്ന അതുപോലൊരു മനസ്സ്, നമുക്കൊരു എളിമ അല്ലെങ്കിൽ അതൊരു മനസ്സാന്തരം അതുപോലെ ഉണ്ടാകുമോ? ഈശോ വീണ്ടും പറഞ്ഞില്ല, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. പറയാം, അവൻ്റെ പേരെ പണിയൊന്നുമില്ല അല്ലേ, 2-4 കാശുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ബാനിച്ചേനെ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു മേഖലയാണ്. എൻ്റെ കുറച്ച് ആരെയും കുറ്റം പറയുന്നില്ല, പറഞ്ഞിട്ട് കാലത്ത് പറഞ്ഞു. അപ്പം നമ്മളെ വലിയ അല്ലേ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആകുക. ദൈവരാജ്യത്തിന് വേണ്ടി പണവും സമയവും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഓവർ ടൈമൊക്കെ വേണ്ട. ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല പറയുള്ളൂ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
അല്ലെ, നമ്മൾ വിചാരിക്കുന്ന എല്ലാം സമ്പാദിക്കാവുന്ന മുഴുവനും എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും അവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ഇല്ല നിലനിൽക്കണമെന്നില്ല. അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. കാരണം സാത്താനാണ് അവിടെ ഭരിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഡെപ്പോസിറ്റ് അതാണ്, ഏറ്റവും നല്ല ബാങ്ക് അതാണ്. അവിടെ ഒന്ന് നിക്ഷേപിച്ചാൽ അവിടെ 10 ഇരട്ടിയായിട്ട് തിരികെ കിട്ടും. ഏറ്റവും നല്ല റിവാർഡ്, ഏറ്റവും നല്ല റിട്ടേൺ അവിടെ നിന്നാണ്, യേശുവിൻ്റെ ആത്മാവിൽ. അതെ, നമുക്ക് ആ ഒരു ബോധ്യം ഈശോയാണ്. നമ്മളതുകൊണ്ട് ഈ ചെറിയവരിൽ ആരെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി എളിമയുള്ളവരെ കണ്ടാൽ അവരെ നിന്ദിക്കരുത്. കാരണം സ്വർഗത്തിൽ ദൂതന്മാർ അവർക്ക് വലിയ വില കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയവരാരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അത് കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കാം, ദൈവവചനത്തിന് വേണ്ടി എളിമപ്പെട്ടവരായിരിക്കാം. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു അല്ലേ, ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കാം, ഒന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ച് പോകില്ല. അത് കൊച്ചു നഷ്ടപ്പെട്ടു പോയൊരു ടോയ് അന്വേഷിച്ച് നടക്കുന്ന. അല്ല, ഞാൻ പറയും, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് വേറൊരു കുഞ്ഞൊരു ടോയ് മേടിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വിഷമം തോന്നും. പക്ഷെ മറ്റേ കുഞ്ഞ് കരയുമ്പോൾ, ടോയുടെ ആരുടെ കയ്യിൽ ആദ്യം ഇരുന്ന് ആ കുഞ്ഞ് കരയുമ്പോൾ മറ്റേ കുഞ്ഞ് ടോയ് അങ്ങ് തിരിച്ചു കൊടുക്കുകയാണ്. നിഷ്കളങ്കമായ മനസ്സ് യേശു അതുപോലെയാണ്. നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ ആ ഒരു ടോയ് തേടുന്ന പോലെ നഷ്ടപ്പെട്ട ഒരു ആത്മാവിനെ തേടി വരുന്ന നിഷ്കളങ്കനായ ഈശോ. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പമായി കുദാശയായി കാണപ്പെടുന്നത്. അപ്പത്തിൻ്റെ രൂപത്തിലാണ്, പക്ഷേ അവൻ നമ്മെ പരിപാലിക്കാൻ കൂടെ ഈ ഭൂമിയിലുണ്ട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.